Hello, welcome to TMA Food Channel. My name is Tisvi. Today I am going to make TMA Food Channel Wow Super Special Hot Chicken Sukka. Shall we cook? എല്ലാവർക്കും നമസ്കാരം. TMA Food Channelലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സൂക്കയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കിന്ന് നമ്മുടെ ചിക്കൻ ചുക്ക എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ എടുത്തിരിക്കുന്നത് 5 മീഡിയം ടൊമാറ്റോയാണ് എടുത്തിരിക്കുന്നത്. വലിയ ടൊമാറ്റോ ആണെങ്കിൽ ഒരു 4 മതിയാവും. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. 7 മീഡിയം ഒനിയനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. വലിയ ഒനിയനാണെങ്കിൽ ഒരു 5 മതിയാവും. അത് നമുക്ക് അരിഞ്ഞെടുക്കണം. 3 വലിയ വെളുത്തുള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ചെറുതാണെങ്കിൽ 4 വരെ ആവാം. 7 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. പച്ചമുളക് 2 ഇവിടെ എടുത്തിരിക്കുന്നത്. എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. ഇത് നമുക്ക് ഒന്നരിഞ്ഞ് റെഡിയാക്കി എടുക്കാം. 1 കിലോ ചിക്കനാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അത് കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നു. അടി കട്ടിയുള്ള ഒരു പാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 3 തൊട്ട് 4 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടെ ചേർത്ത് നമുക്ക് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യമുള്ള കറിവേപ്പിലയും കൂടെ ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം. വഴണ്ട് വന്നിരിക്കുന്ന ഇഞ്ചിയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ സമയം ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അന്നേരം സബോളയും പെട്ടെന്ന് വഴണ്ട് വരും. സബോള നല്ല ഗോൾഡൻ കളറാകുന്നതോടെ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ സബോള റെഡിയായി വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മസാലയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. അരക്കപ്പ് ചൂടുവെള്ളം ചേർത്ത് ഇത് ഇളക്കി ഒന്ന് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം നമ്മുടെ തക്കാളി റെഡിയായി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കാം.
അങ്ങനെ തക്കാളി നന്നായിട്ട് വെന്ത് നല്ല ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർക്കാം. ചിക്കൻ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വേറെ വെള്ളം ഒഴിക്കേണ്ട, ഇത് ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ചിക്കൻ വേവാനുള്ളത് ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, വളരെ ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.